ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സൺഡേ ആണ്. അപ്പോൾ അത് രാവിലെ തന്നെ ചായക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇന്നിപ്പോൾ കാര്യമായിട്ട് ജോലിയൊന്നുമില്ല കേട്ടോ. എല്ലാം ഇന്നലത്തെ ഐറ്റംസ് ഇരിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇന്നലെ വൈകുന്നേരമാണ് അടുത്ത വീട്ടിൽ ഫംഗ്ഷന് പോയത്. ഞാൻ പറഞ്ഞായിരുന്നല്ലോ, പ്രതീക്ഷിക്കാണ്ട് പെട്ടെന്ന് പോയൊരു ഫംഗ്ഷനാണ്. അപ്പോൾ അതുകൊണ്ട് രാത്രി അവിടെ നിന്നായിരുന്നു കേട്ടോ ഫുഡ്. അപ്പം രാത്രിത്തേക്ക് എടുത്തു വെച്ചിരിക്കുന്ന കറികളൊക്കെ ബാക്കി ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ അപ്പം തന്നെ ഫ്രിഡ്ജിലോട്ട് കയറ്റിയായിരുന്നു കേട്ടോ. അപ്പോൾ അത് രാവിലെ കലക്കിച്ചുട്ടപ്പമാണ്. ഇന്നലെ രാവിലെ ഉണ്ടാക്കിയതിൻ്റെ ബാക്കി ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ്. വൈകുന്നേരത്തേക്ക് ഉണ്ടാക്കാൻ വേണ്ടി വെച്ചതാണ്. അപ്പോൾ അതെന്തായാലും അത് ഫ്രിഡ്ജിൽ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് തണുപ്പ് മാറാനായിട്ട് കുറച്ച് നേരത്തെ ഞാൻ എഴുന്നേറ്റപ്പോൾ തന്നെ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. തണുപ്പ് മാറിയതിന് ശേഷം നമുക്ക് ഉണ്ടാക്കിയാൽ മതിയല്ലോ. അപ്പോൾ രാവിലെ ചായക്കൊപ്പം പ്ലം കേക്ക്, നമ്മൾ കഴിഞ്ഞ ദിവസം കട്ട് ചെയ്ത പ്ലം കേക്കാണ് കുട്ടികൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ ബാലൻസ് ഉണ്ട്. അപ്പോൾ രാവിലെ ചായയുടെ ഒപ്പം വെറുതെ ഒന്ന് കഴിക്കുകയാണ് കേട്ടോ. ആഹിൽ രാവിലെ തന്നെ മദ്രസയിൽ പോയിട്ടുണ്ട് കേട്ടോ. ഇന്ന് മദ്രസയുണ്ട്. രാവിലെ 6:30 തുടങ്ങി 9 മണി വരെ മദ്രസയുണ്ട്. അവൻ മദ്രസയിൽ പോയേക്കുവാണ്. അപ്പോൾ ഇന്നിപ്പോൾ വൈകിട്ട് ഫംഗ്ഷൻ ഉണ്ട് കേട്ടോ, കല്യാണ വീട്ടിലാണ്. തിങ്കളാഴ്ച, അതായത് നാളെയാണ് കല്യാണം. അപ്പോൾ ഫുഡ് ഉണ്ടാക്കുകയാണ് കേട്ടോ. കലക്കിച്ചുട്ടപ്പം തന്നെയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ കറി ഇന്നലത്തെ കടലക്കറി ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ഫ്രിഡ്ജിലേക്ക് മാറ്റിയായിരുന്നല്ലോ, അതൊന്നെടുത്ത് പുറത്തേക്ക് വെക്കുന്നുണ്ട്. പുറത്ത് വെച്ച് ചെറുതായിട്ടൊന്ന് തണുപ്പൊക്കെ ഒന്ന് വിട്ടതിന് ശേഷമാണ് കേട്ടോ ഒന്ന് ചൂടാക്കി എടുക്കുന്നത്. അപ്പം തന്നെ അങ്ങനെ എടുക്കാറില്ല. ഫുഡ് ആവുന്നുണ്ട് കേട്ടോ. ഏകദേശം ഒരു 9 മണിയൊക്കെ ആവാനായിട്ടുണ്ട്. ആഹിൽ മദ്രസയിൽ നിന്ന് വിട്ടു വരാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ രാവിലത്തെ ഞങ്ങളുടെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കുറച്ച് ജോലികളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ലായിരുന്നു. ഇതിപ്പോൾ ഉച്ചയ്ക്കത്തെ ഫുഡാണ് കേട്ടോ. ഉച്ചയ്ക്കത്തെ ഫുഡാണെങ്കിൽ നമ്മൾ ഇന്നലെ പിണ്ടിയും പരിപ്പും കൂടി ഇട്ട് വെച്ചിരുന്ന കറി ഉണ്ടായിരുന്നു കേട്ടോ. അത് ബാക്കിയുണ്ടായിരുന്നു. അതും ഫ്രിഡ്ജിൽ വെച്ചായിരുന്നു. പിന്നെ അത് അഡീഷണൽ മുട്ട വറുക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ചോറും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇതാണ്ട കഴിക്കുന്നത് ഇന്ന് ഉച്ചയ്ക്കത്തേക്ക്. പിന്നെ ഇന്നിപ്പോൾ രാത്രി കല്യാണ വീട്ടിലാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് കറികളാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഇന്ന് അലക്കലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഒന്നും വീഡിയോ ഞാൻ എടുത്തില്ലായിരുന്നു. അപ്പോൾ ഫുഡ് കഴിച്ചതിന് ശേഷം ഫ്രൂട്ട്സ് ഉണ്ട് കേട്ടോ. വാട്ടർമെലനാണ് ഇരിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ഉണ്ടാവും കേട്ടോ, പപ്പായ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ കഴിച്ചു. പിന്നെ രാവിലത്തെ ഫുഡിൽ കുറച്ച് ബാക്കി ഇരിക്കുന്നുണ്ട്. കാരണം വെച്ചിട്ട് ഇനി കാര്യമില്ല, ഞങ്ങൾ എന്തായാലും ഫംഗ്ഷന് പോകും. അപ്പോൾ ബീഫ് കഴിഞ്ഞ ദിവസത്തെയാണ് കേട്ടോ. അത് ഫ്രിഡ്ജിലിരുന്ന് വെച്ചാണ്. അതൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ വൈകുന്നേരത്തെ ചായയുടെ ഒപ്പം വെറുതെ അതങ്ങനെ കഴിക്കുകയാണ് കേട്ടോ. 3 അപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ 3 പേരും ഓരോന്നായിട്ട് അങ്ങനെ കഴിച്ചു. ആഹിലില്ല കേട്ടോ. ആഹിൽ കളിക്കാൻ പോയേക്കാണ്. ഇതിപ്പോൾ ഒരു 7:30 മണിയായപ്പോഴേക്കും ഞങ്ങൾ ഓഡിറ്റോറിയത്തിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഇത് കല്യാണ തലേന്നാണ് കേട്ടോ. തിങ്കളാഴ്ചയാണ് കല്യാണം. ഇത് ഞായറാഴ്ചയാണ്. അപ്പോൾ ഹസ്ബൻഡും ആലിമൊക്കെ ഇരിക്കുന്നുണ്ട്. ഞങ്ങൾ അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം ആളുകളൊക്കെ ഉള്ളൊരു ഫംഗ്ഷനാണ്. അപ്പോൾ ഒരു ഹോൾ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ടും 2 ഹോളാണ് കേട്ടോ. കല്യാണം കഴിഞ്ഞിട്ടുള്ള റിസപ്ഷൻ നടത്തുന്നത് വേറെ ഹോളാണ്. അപ്പോൾ ഇത് അവിടെ അടുത്ത് തന്നെയുള്ളൊരു ഹോളാണ്. അപ്പോൾ ഇതാണ് കേട്ടോ അവരുടെ ഫാമിലി. കല്യാണ ചെക്കനാണത്. ഞങ്ങൾ അതിന് ശേഷം ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു സൈഡ് ഫംഗ്ഷൻ നടക്കുന്നുണ്ട്, ഇപ്പുറത്ത് ഞങ്ങൾ ഫുഡും കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കുകയാണ്. ഞങ്ങൾ 4 പേരും 4 സെറ്റായിട്ടാണ് കേട്ടോ കഴിച്ചത്. ആഹിൽ ആദ്യമേ കഴിച്ചു. അത് കഴിഞ്ഞ് ആലിമിന് ഞാൻ വാരി കൊടുത്തായിരുന്നു അതിൻ്റെ ഇടയ്ക്ക്. പിന്നെ ഹസ്ബൻഡ് ഫ്രണ്ട്സായിട്ടിരുന്ന് കഴിച്ചു. ഞാനും എൻ്റെ ഫ്രണ്ട്സായിട്ടിരുന്ന് കഴിച്ചു കേട്ടോ. അപ്പോൾ ഫുഡൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിള്ളേരൊക്കെ ആകുമ്പോൾ അറിയാമല്ലോ, കുറച്ച് നേരമൊക്കെ അടങ്ങിയിരിക്കും. അത് കഴിയുമ്പോൾ ഒച്ചയും ബഹളവും തുടങ്ങും. അപ്പോൾ ആലിമ് ഒച്ചയും ബഹളവും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആലിമിനെയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ അവൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ആഹിലിൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. സ്റ്റാലോണും സ്റ്റീവണും നമ്മുടെ ട്യൂഷനുള്ളതാണ്. അപ്പോൾ അവർ വന്നിട്ടുണ്ടായിരുന്നു. നമ്മളെ നെയ്ബേഴ്സാണ് എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ ആഹിൽ ആദ്യം വരുന്നില്ലെന്ന് പറഞ്ഞ് മടി പിടിച്ചിരുന്ന ഫംഗ്ഷനാണ്. ഞങ്ങൾ നിർബന്ധിച്ച് കൊണ്ടുപോയതാണ്. അപ്പോൾ എന്തായാലും ആഹിൽ ഹാപ്പിയായി. അവൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ട്. അപ്പോൾ ഫംഗ്ഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓരോരുത്തർ ഫോട്ടോ എടുക്കാനൊക്കെ കയറുന്നുണ്ട്. ഞങ്ങളപ്പോൾ ഇറങ്ങുകയാണ് കേട്ടോ. ഏകദേശം ഒരു 9 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നെയ്ബേഴ്സ് എല്ലാവരും തന്നെ ഉണ്ട് കേട്ടോ ഈ ഒരു ഫംഗ്ഷന്. അപ്പോൾ ഇത്ര ഉള്ളോട്ട് ഇന്നത്തെ എൻ്റെ വീഡിയോ. ഒരു കുഞ്ഞു വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.